ഹരേ കൃഷ്ണ. രണ്ട് അനുഭവങ്ങൾ അയച്ചു തന്നിരിക്കുകയാണ് ഹരിദാസൻ സാറ്. ജ്യോതിഷരത്നത്തിൽ അച്ചടിച്ചു വന്നിരുന്നു ഇതിനു മുമ്പേ. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവാം. എങ്കിലും രണ്ട് അനുഭവങ്ങളും ഏകാദശി കാലത്ത് നടന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ വായിക്കുക, നിങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണല്ലേ. അപ്പം നമുക്ക് കേട്ടു നോക്കാം. ആദ്യത്തേത് കൃഷ്ണാനുഭവം, കാരുണ്യാനുഭവം 2006 നവംബറിൽ എനിക്ക് ഹെർണിയ സുഖം കലശലായിട്ട് വന്നു. നേരത്തെ എനിക്ക് 98 വലതു ഭാഗത്ത് ഹെർണിയ ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഇടതു ഭാഗത്താണ് ഇപ്പോൾ വേദന. അസുഖം വളരെ കൂടിയപ്പോൾ ഞാൻ പാലക്കാട് ശേഖരീപുരം ഗ്രാമത്തിലെ ഡോക്ടർ ലക്ഷ്മിനാരായണനെ കാണിച്ചു. അദ്ദേഹം വിശദമായിട്ട് പരിശോധിച്ച് ഉടൻ ഓപ്പറേഷനും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. കൽപ്പാത്തി പ്രശാന്ത് ഹോസ്പിറ്റലിലോ യാക്കര മലബാർ ഹോസ്പിറ്റലിലോ അഡ്മിറ്റ് ആകുവാൻ പറഞ്ഞു. ഞാൻ സാമ്പത്തികമായിട്ട് വളരെ വിഷമിച്ച സമയമായിരുന്നു. എൻ്റെ കൈവശം നിത്യവൃത്തി കഴിക്കുവാൻ പോലും വഴിയില്ല. ഞാൻ എൻ്റെ ഗുരുവായൂരപ്പന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചു. ഏകാദശി മുതൽ നിത്യവും നാരായണീയം പാരായണം ചെയ്തു. ഭഗവാന്റെ തിരുനാമം ഓം നാരായണായ നമ എന്ന് 25 പ്രാവശ്യം ഒരു നോട്ട്ബുക്കിൽ എഴുതി. 41 ദിവസം ഇപ്രകാരം ചെയ്തു. അത്ഭുതം സംഭവിച്ചു. ഒരു മരുന്നും ഓപ്പറേഷനും കൂടാതെ എൻ്റെ ഹെർണിയ സുഖം മാറി. ആരോഗ്യം കിട്ടി. ഭഗവാൻ വൈദ്യനായി വന്ന് എന്നെ രക്ഷിച്ചു. ഭഗവാനോടുള്ള കടപ്പാട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഭക്തർക്ക് വേണ്ടി ഭഗവാൻ എപ്പോഴും സ്നേഹം നൽകി അത്ഭുതങ്ങൾ കാണിക്കും, തീർച്ച. ഇനി രണ്ടാമത്തേത് ഇതും ഏകാദശി കാലത്താണ്. 2008 ഏകാദശി വ്രതം അനുഷ്ഠിച്ച് പിറ്റേന്ന് ദ്വാദശി ദിവസം ഭഗവാനെ തൊഴുത് ബേക്കറി സാധനങ്ങളുമായിട്ട് ഞാൻ കച്ചവടവുമായിട്ട് റൂട്ടിൽ പോയി. അന്നത്തെ സംഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കച്ചവടം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞാനും സഹായിയായ ബന്ധുവും കൂടി വാടകയ്ക്കെടുത്ത ഓട്ടോറിക്ഷയിൽ പാലക്കാട് കല്ലുകുട്ടിയാൽ കുന്നാച്ചി റോഡിൽ കൂടി വരികയാണ്. റോഡ് നല്ല വളവുള്ളതാണ്. കുന്നാച്ചി എത്തുന്നതിന് അല്പം മുമ്പ് ഞാൻ ഓടിച്ച ഓട്ടോ റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിൽ താഴെ കൃഷി ചെയ്തു കഴിഞ്ഞ പാടത്തേക്ക് തല കീഴായിട്ട് മറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ ഭഗവാൻ എന്നെ രക്ഷിച്ചു. എൻ്റെ ബന്ധുവിന് ചെറുതായി മുട്ടിച്ചിരകി. കുറച്ച് ബേക്കറി സാധനങ്ങൾ കേടുവന്നു. ആപദ്ബാന്ധവനായ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിച്ചു. ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മേൽപ്പറഞ്ഞ 2 അനുഭവങ്ങൾ എനിക്ക് മറക്കാൻ പറ്റില്ല. ഈശ്വരൻ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരിക്കലും വറ്റാത്ത അക്ഷയപാത്രമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഗുരുവായൂരപ്പനും ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു സമയമാണല്ലേ. എല്ലാ കാലത്തും അങ്ങനെയാണ്. എങ്കിലും ഏകാദശി സമയത്തൊക്കെ ഗുരുവായൂരുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതൊക്കെ ഒരു പുണ്യം തന്നെയായിരിക്കും അല്ലേ. ഭഗവാൻ നമ്മളോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കൈനീട്ടി സ്വീകരിക്കുക. ഹരേ കൃഷ്ണ.